പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, 2024 ഓഗസ്റ്റ് മാസം 5-ാം തീയതി തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയമാണ്. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയം സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. നോർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നടത്തിയത്. ശ്രേഷ്ഠകരമായിട്ട് നടത്തി. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങളൊക്കെ നിറഞ്ഞ ഈ ലോകത്തിൽ കർത്താവ് തൻ്റെ ചിറകിൻ്റെ മറവിൽ നമ്മളെ സൂക്ഷിച്ചു. ദുഷ്ടനാകുന്നവരുടെ ദൃഷ്ടി നമ്മുടെ മേൽ വീഴുവാൻ അനുവദിക്കാതെ കർത്താവ് കാത്തു പരിപാലിച്ചു. പോയ പകൽക്കാലത്തെ ഓർത്ത് കൈകൾ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം കർത്താവെ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം അപ്പ, സ്തോത്രം 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 അപ്പ. രാത്രികാലം സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചില്ലേ? ആ വൻ കൃപയ്ക്കായിട്ട് കരങ്ങളെ ഉയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന നമ്മുടെ പിതാവിനെ, ആമേൻ ആമേൻ, അത്ഭുതകരമായി നടത്തുന്ന നമ്മുടെ കർത്താവിന്, ആനന്ദത്തോടെ ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം നമ്മളെ നടത്തുന്ന കർത്താവിന് കൈകൾ ഉയർത്തി സ്തോത്രം പറഞ്ഞ് കർത്താവേ, ഇന്ന് ഞങ്ങളെ അത്ഭുതമായി അങ്ങ് നടത്തുന്നതിന് സ്തോത്രം, ആരോഗ്യത്തോടെ സൂക്ഷിക്കുന്നതിന് സ്തോത്രം, സമാധാനത്തോടെ സൂക്ഷിക്കുന്നതിന് സ്തോത്രം, അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിന് സ്തോത്രം, അങ്ങയുടെ കൃപയിൽ ഇന്ന് പകൽക്കാലം ഞങ്ങളെ പൊതിയുന്നതിന് സ്തോത്രം ചെയ്യും. രാത്രി കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങ് നല്ലവനും വിശ്വസ്തനും മാറാത്തവനുമാകിയാൽ സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. സങ്കീർത്തനക്കാരൻ 109 സങ്കീർത്തനം 109 സങ്കീർത്തനം 30-31 ഞാൻ എൻ്റെ വായി കൊണ്ട് യഹോവയെ അത്യന്തം സ്തുതിക്കും. അതെ, ഇന്ന് പോൽക്കാലം ഏറ്റവും അധികം ദൈവത്തെ സ്തുതിക്കുക. അതെ, ഞാൻ പുരുഷാരത്തിൻ്റെ നടുവിൽ കർത്താവിനെ പുകഴ്ത്തും, മറ്റുള്ളവരോട് കർത്താവിനെക്കുറിച്ച് പറയുക. കർത്താവ് എളിയവനെ ശിക്ഷയ്ക്ക് വിധിക്കുന്നവരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ അവൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടച്ച്. അപ്പോൾ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാവരുടെയും ആവശ്യങ്ങളിൽ അങ്ങയുടെ കൃപയുണ്ടാകണം. കർത്താവേ, ഇന്ന് പലവിധ ആവശ്യങ്ങളിലൂടെ കടന്നു പോകുന്നവർ, പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, പലവിധത്തിലുള്ള ടെൻഷനുകളിലൂടെ കടന്നു പോകുന്നവർ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. അങ്ങനെ കരങ്ങളിലേക്ക് എല്ലാവരെയും ഏൽപ്പിക്കുന്നു. എല്ലാവർക്കും അങ്ങ് മതിയായവനാകിയാൽ സ്തോത്രം. അങ്ങ് നല്ലവൻ, അങ്ങ് എല്ലാവർക്കും മതിയായവനാകിയാൽ സ്തോത്രം. ഇന്ന് പൽക്കാലം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ആവശ്യമനുസരിച്ച് അങ്ങയുടെ ശ്രീഭണ്ഡാരം തുറന്ന് അങ്ങയുടെ കൈ നീട്ടി തൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നതിന് സ്തോത്രം. രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിൻ്റെ ആധികാരമുള്ള നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേലുണ്ടാകട്ടെ. പ്രത്യേകിച്ച് കാലുകൾക്ക് വേദനയായിട്ട് ഭാരപ്പെട്ടിരിക്കുന്നവർ, കാലിൻ്റെ ഹിപ്പ് ജോയിൻറ്റിന് വേദനയായിട്ട് ഭാരപ്പെടുന്നവർ, അമേൻ അമേൻ, വലത്ത് കാലിൻ്റെ അകത്ത് ഭാഗത്തായിട്ട് വേദന അനുഭവപ്പെടുന്നവർ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം പ്രാപിക്കട്ടെ, പൂർണ്ണാരോഗ്യം പ്രാപിക്കട്ടെ. അതുപോലെ ഹല്ലേലൂയ, ദിവസങ്ങളായി ആമേൻ ആമേൻ പനിയാൽ ബുദ്ധിമുട്ടുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. അതുപോലെ കർത്താവെ, മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുവാനുള്ള പേപ്പർ വർക്കുകൾ, ഡോക്യുമെൻറ്റേഷൻ, അതുപോലെ തന്നെ വിസയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ. ഞങ്ങൾ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്കുള്ള വഴിയും വാതിലും യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരട്ടെ. ആ പേപ്പറുകൾ അപ്രൂവൽ ആകട്ടെ, ഡോക്യുമെൻറ്റുകൾ അപ്രൂവൽ ആകട്ടെ, വിസ സ്റ്റാമ്പ് ആകട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് സ്തോത്രം ചെയ്തു. അതുപോലെ കർത്താവെ, ഓരോരുത്തരുടെ ആവശ്യങ്ങളിലും അങ്ങയുടെ കൃപയുണ്ടാകണം. പ്രകൃതിക്ഷോഭത്താൽ ബുദ്ധിമുട്ടുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ് പരിഹാരം കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു. ലോക സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവിക സമാധാനം ഭൂമിയിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് കർത്താവിന് വേല ചെയ്യുന്ന അഭിഷക്ത ദാസിദാസന്മാരെ ബ്ലസ് ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവെ, അഭിഷക്തന്മാർ എഴുന്നേൽക്കുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് വൈകിട്ടത്തെ മീറ്റിംഗ് അനുഗ്രഹമായി തീരണം. സകല മഹത്വവും പുകഴ്ചയപ്പയ്ക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപ നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മൾ അല്പസമയം ഇടുവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനാ മാസമാണല്ലോ. അപ്പം നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനാ വിഷയങ്ങൾ എന്നാൽ കേട്ടതാണല്ലോ, എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥനാ വിഷയം പറയാം, അങ്ങനെയല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾ അയച്ചാൽ ഇന്ന് നമ്മൾ ഒരുമിച്ച് ആ പ്രാർത്ഥനാ വിഷയം പറഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ദയവായിട്ട്
വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാത്രമേ അയക്കാവുള്ളൂ കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നിങ്ങളുടെ മൊബൈൽ അലാം സെറ്റ് ചെയ്ത് തക്ക സമയത്ത് തന്നെ ജോയിൻ ചെയ്യണമേ എന്ന് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 40-ാമത്തെ വാക്യം വായിക്കാം. നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. ഏത് നാഴികയിലാണ്? അറിയാത്ത, നനയാത്ത, പ്രതീക്ഷിക്കാത്ത സമയത്ത് കർത്താവ് വരുന്നത് കൊണ്ട് ഞാനും നിങ്ങൾ കർത്താവിനെ സ്വീകരിപ്പാൻ എപ്പോഴും ഒരുങ്ങി നിൽക്കണം. സ്തോത്രം. നമ്മളെ സംബന്ധിച്ച് ഇത് കേൾക്കുന്ന ഒരു സന്തോഷമല്ലേ? നമ്മുടെ കർത്താവ് വേഗത്തിൽ വരും. യേശുവിൻ്റെ മടങ്ങി വരവെന്ന് കേൾക്കുമ്പോൾ ഒരു ദൈവ പൈതലിൻ്റെ ഉള്ളത്തിൽ ഭയങ്കര സന്തോഷമാണ്. കാരണം അവൻ പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ കൊണ്ടുപോകാൻ എനിക്ക് വാസസ്ഥലം ഒരുക്കിയിട്ട് എൻ്റെ കർത്താവ് വരുന്നു എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഓരോ ദൈവ പൈതലിനും ഭയങ്കര സന്തോഷമാണ്. ഇവിടെ പറയാം നനയാത്ത നാഴികയിൽ, അതായത് പ്രതീക്ഷിക്കാത്ത സമയത്താണ് കർത്താവ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെപ്പോഴും ഒരുങ്ങിയിരിക്കണം. അതിനാൽ നമ്മളെപ്പോഴും ജാഗ്രതയോടെ സജ്ജരായിരിക്കണം. എന്തെന്നാൽ മനുഷ്യപുത്രൻ, ആമേൻ, അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മളെ അത്ഭുതപ്പെടുത്തും. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് അവൻ പ്രത്യക്ഷപ്പെടും എന്ന് കർത്താവിൻ്റെ വാഗ്ദത്തമാണ്. പലർക്കും ആ ഒരു ബോധം നഷ്ടപ്പെട്ടിരിക്കുക. കർത്താവ് മടങ്ങി വരും, വളരെ വേഗത്തിൽ വരും. ലോക സംഭവങ്ങൾ, ഇന്ന് നമ്മൾ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നതായ പല കാര്യങ്ങളും നമ്മുടെ കർത്താവിൻ്റെ വരവിലേക്ക് നമ്മളെ ചൂണ്ടിക്കാണിക്കുക, അല്ലെങ്കിൽ വരവിലേക്ക് നമ്മളെ അടുപ്പിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ, ഒരുങ്ങിയിരിക്കുക. നിങ്ങളുടെ പ്രാണപ്രിയനെ എതിരേൽക്കുവാൻ, നമ്മുടെ പ്രാണപ്രിയനെ എതിരേൽക്കുവാൻ ഒരുങ്ങിയിരിക്കുക. നിങ്ങൾ മാത്രം ഒരുങ്ങാതെ മറ്റുള്ളവരെ കൊണ്ടൊരുക്കുക, നിങ്ങളുടെ കുടുംബത്തെ കൂടെ ഒരുക്കുക, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൂടെ ഒരുക്കുക. ഹല്ലേലൂയ. അവരോടും പറയുക, കർത്താവിൻ്റെ വരവെടുത്തിരിക്കുന്നു, ഒരുങ്ങുക, ഒരുങ്ങുക, ഒരുങ്ങുക. ഹല്ലേലൂയ, സ്തോത്രം. തൻ്റെ മണവാട്ടിയെ ചേർക്കുവാൻ, ആമേൻ, യേശു ക്രിസ്തുവിനായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന തൻ്റെ മണവാട്ടി സഭയെ ചേർക്കുവാൻ അവൻ്റെ കർത്താവിൻ്റെ വരവ് അധികം താമസമില്ല. അതുകൊണ്ട് ദൈവ പൈതലെ, നിങ്ങൾ ഒരുങ്ങുക. നിങ്ങളുടെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങി നിൽക്കുക. മാത്രമല്ല, സ്തോത്രം, മറ്റുള്ളവരെ കൂടെ അത് പറഞ്ഞു മനസ്സിലാക്കി അവരെയും ഒരുക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ റെഡിയാക്കുക, നിങ്ങളുടെ കുടുംബത്തെ റെഡിയാക്കുക കർത്താവിൻ്റെ വരവിന് വേണ്ടി. ഹല്ലേലൂയ. നിങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്. ആമേൻ. നിങ്ങളുടെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോകല്ലേ, നിങ്ങളുടെ ഭാര്യ നഷ്ടപ്പെട്ടു പോകല്ലേ, നിങ്ങളുടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോകല്ലേ, സ്തോത്രം, നിങ്ങളുടെ സഹോദരങ്ങൾ നഷ്ടപ്പെട്ടു പോകല്ലേ, നിങ്ങളുടെ അയൽക്കാർ നഷ്ടപ്പെട്ടു പോകല്ലേ. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരോട് പറയുക, പ്രാണപ്രിയൻ്റെ വരവ് അടുത്തിരിക്കുന്നു, ഒരുങ്ങുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമുക്കറിയാം അധികം താമസമില്ല കർത്താവിൻ്റെ വരവ്. കർത്താവ് വരുമ്പോൾ അവൻ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം പറയുന്നു, കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാത്ത സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുന്നിൽ. അപ്പം വരുന്നത് കറയും ചുളുക്കവും ഒന്നും ഇല്ലാത്തതിനെ സ്വീകരിക്കുവാൻ. അപ്പോൾ അതിനുമായിട്ട് ഒരുങ്ങി നിൽക്കുക. അവൻ നമ്മളെ തന്നെ ഒരുക്കുക. എങ്ങനെ? ദൈവവചനപ്രകാരം ജീവിതത്തെ ക്രമീകരിക്കുക. അവൻ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, കാന്ത തന്നെത്താൻ ഒരുങ്ങി നിൽക്കുന്നു. എങ്ങനെ ഒരുക്കുന്നു? അത് അവരുടെ നീതി പ്രവൃത്തികൾ, അതായത് ദൈവവചനപ്രകാരം നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ഒരാൾ അവരെ ഒരുക്കുക എന്ന് പറഞ്ഞാൽ അവർ തന്നെയാണ് അവരെ ഒരുക്കുന്നത്. അവരുടെ മുഖത്ത് പൗഡർ ഇടുന്നു, മുടി ചീകുന്നു, അങ്ങനെ അവരെ ഒരുക്കുന്നു. ഇതുപോലെ തന്നെ ഒരു ദൈവ പൈതൽ മണവാളൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ, തൻ്റെ കാന്തനെ എതിരേൽപ്പാൻ ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ, തങ്ങളുടെ നീതി പ്രവൃത്തികൾ ദൈവവചനപ്രകാരം ജീവിതത്തെ ക്രമീകരിച്ച് പാപത്തെ വെറുത്ത് പുതിയൊരു ജീവിതം നയിക്കുവാൻ. ആമേൻ. ഈ ദിവസങ്ങളിൽ മണവാളൻ, ആമേൻ, ഏത് സമയവും വരും തൻ്റെ മണവാട്ടിയെ ചേർക്കുവാൻ. ആമേൻ. നനയ്ക്കാത്ത നാഴികയിൽ വരും. അതുകൊണ്ട് ദൈവ പൈതലെ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന കുഞ്ഞെ, സഹോദര, മാതാവേ, പിതാവേ, നഷ്ടപ്പെട്ടു പോകല്ലേ, കൈവിടപ്പെട്ടു പോയാൽ പോയി. അതുകൊണ്ട് ഒരുങ്ങി നിൽക്കുക, നിങ്ങളെ തന്നെ ഒരുക്കുക. ആമേൻ. ജീവിതത്തെ വിശുദ്ധിയോടെ സൂക്ഷിക്കുക, പാപത്തെ വെറുക്കുക, കർത്താവിൻ്റെ വരവ് ആത്മാവിൽ കണ്ടുകൊണ്ട് ഈ ദിവസങ്ങളിൽ ജീവിക്കുക. ഇന്ന് കർത്താവ് വരുമെന്ന് വിശ്വസിച്ച് തന്നെ ജീവിക്കുക. ഇന്ന് കർത്താവ് വരുമെന്ന് അങ്ങ് വിശ്വസിക്കുക. എന്നിട്ട് ജീവിതത്തെ ക്രമീകരിക്കുക. ക്ഷമിക്കേണ്ടവരോട് ക്ഷമിക്കുക, പൊറുക്കേണ്ടവരോട് പൊറുക്കുക, കൊടുക്കുവാനുള്ളത് കൊടുത്തു തീർക്കുക. അവൻ ജീവിതത്തെ പാപത്തിൽ നിന്നും മാറ്റി വിശുദ്ധിയിൽ ജീവിക്കുക. കർത്താവ് ഈ പ്രഭാതത്തിൽ നിങ്ങളെ ഒരുക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, 2024 ഓഗസ്റ്റ് മാസം 5-ാം തീയതി തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി